കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് പേര് മാറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് വകുപ്പാക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട്, ഗണേഷ് കുമാർ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിക്കുന്നു. ആ ആരോപണം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചാനലിലൂടെ അവർ തന്നെ പുറത്തു പറയുന്നു. ഗണേഷ് കുമാറിൻ്റെ വാളകത്തെ വീട്ടിലുണ്ടായ സംഭവം, അദ്ദേഹത്തിൻ്റെ 3 സ്റ്റാഫുകൾ പേരെടുത്ത് പറയുകയാണ്, മനോജും പ്രദീപും ശാന്തനും. അവിടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അവർ അവിടെ ചെല്ലുകയും അതിനുശേഷം ആ സ്ത്രീ ബിന്ദു മേനോൻ എന്ന് പറയുന്ന ആ സ്ത്രീ അവിടെ വെച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ആ ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു മേടിക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പറയുന്ന മന്ത്രിയുടെ 3 സ്റ്റാഫുകൾ, ശാന്തനും പ്രദീപും മനോജും ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് ബിന്ദു മേനോൻ ഗുരുതരമായ രീതിയിൽ പറയുന്നു. 112ലേക്ക് പരാതി കൊടുക്കുന്നു. ആ 112ലേക്ക് പരാതി പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അവർ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പറയുകയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനോട് ഞാൻ ടെലിഫോണിലൂടെ പറയുന്നു, എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വാട്സപ്പിലൂടെ അവർക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തു എന്ന് അതുപോലെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ശ്രീലേഖ എന്ന് പറയുന്ന BJPയുടെ നേതാവായിട്ടുള്ള അവർക്കും ഇത്തരത്തിൽ തെളിവുകൾ കൈമാറിയെന്ന് പറയുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ ഒന്നുകിൽ മകൾ ഈ വിവരം പിണറായി വിജയനോട് പറഞ്ഞിട്ട് 3 ദിവസം ഒരു അന്വേഷണവും നടത്താതെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഈ പറയുന്ന ബിന്ദു മേനോനെ സമ്മർദ്ദപ്പെടുത്തുവാൻ വേണ്ടി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ഇത് മറച്ചുവെച്ചു, അല്ലെങ്കിൽ വീണ വിജയൻ ഇത് മറച്ചുവെച്ചു. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അതിഗുരുതരമായ രീതിയിലുള്ള കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന വീണ വിജയനെതിരെ കേസെടുക്കുവാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ മന്ത്രിയും ഭാര്യയും തമ്മിൽ സമ്മർദ്ദത്തിൻ്റെ പേരിലാണ്. യൂത്ത് കോൺഗ്രസ് വളരെ ഉത്തരവാദിത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന പരാതി അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് ബിന്ദു മേനോൻ ഇന്ന് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിൽ കുറ്റക്കാരനാണ്. ഒന്നുകിൽ സത്യപ്രതിജ്ഞ ലംഘനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. കാരണം എന്താ, തെറ്റ് ആണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം അതിൽ നിന്ന് മറച്ചു പിടിക്കുവാൻ അദ്ദേഹം ബോധപൂർവമായ ശ്രമം നടത്തി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളെ തള്ളിപ്പറയാനുള്ള സാഹചര്യം ഉണ്ടാകണം, മകൾക്കെതിരെ കേസെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ടാണ് DGPക്ക് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പരാതി നൽകിയിട്ടുള്ളത്. ബിന്ദു മേനോൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഭാര്യ, ആ മന്ത്രിയുടെ ഭാര്യ 112ലേക്ക് ആദ്യം പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് വരുന്നു. അവരുടെ കയ്യിലുള്ള തെളിവുകൾ മുഖ്യമന്ത്രിയെ, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയന്, പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടായിരിക്കുമല്ലോ വീണ വിജയന് കൊടുത്തിട്ടുള്ളത്. ആ വീണ വിജയൻ ഈ 3 ദിവസക്കാലമായി കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഈ കയ്യിൽ കിട്ടിയ തെളിവുകൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ, അടുത്തുള്ള സ്റ്റേഷനിൽ ഇത് അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ അറിയിക്കാത്ത സാഹചര്യം അത് ക്രിമിനൽ കുറ്റമാണ്. ശ്രീലേഖയുടെ പേരിലും പരാതിയുണ്ട്. ആദ്യം തന്നെ പറഞ്ഞു, പോലീസ് നിങ്ങൾ തന്നെ ചോദിച്ചു, ഉന്നതനായ പോലീസ് മേധാവിക്കും ഉന്നതനായ ഈ പരാതിയിലുമുണ്ട്. വീണ വിജയനെതിരെയും ശ്രീലേഖയ്ക്കെതിരെയും കേസെടുക്കണമെന്ന് തന്നെ പരാതിയിലുമുണ്ട്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ശ്രീലേഖയ്ക്കെതിരെയും വീണ വിജയനെതിരെയും കേസെടുക്കണം. അറിഞ്ഞിട്ടും അതിനകത്ത് ശ്രീലേഖ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 112ലേക്ക് പരാതി നൽകാനെങ്കിലും അവർ പറഞ്ഞു. വീണ വിജയൻ അതുപോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എടുത്ത് വീണ വിജയന്റെ കാര്യം പറഞ്ഞത്. എന്ന് മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ മകളാണ് അവർ. അത് അവര് തമ്മിലുള്ള സ്വകാര്യമായ തർക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടന്നു എന്നുള്ള കാര്യത്തിൽ അതിനെ നിഷേധിക്കുവാൻ ബിന്ദു മേനോൻ ഈ അവസരത്തിലും തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ കേസ് എടുക്കണം എന്ന് തന്നെയാണ്, ഈ രാജ്യത്ത് നിലവിലുള്ള നിയമ സാധ്യതകൾ അനുസരിച്ച് കേസ് എടുക്കണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഈ നാട്ടിലെ നീതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പൊതുസമൂഹത്തെ അറിയിക്കുവാനാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു പെറ്റി കേസിൽ സാധാരണ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന ആളുകളെ ഏത് രീതിയിലാണ് പിണറായി വിജയൻ്റെ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ 2 നീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. 2 നീതി. ആ 2 നീതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അറിയിക്കുവാനാണ് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രതികരണമായി വന്നത് പാലക്കാട് MLA യുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റ് ഇതിൽ
താരതമ്യം ചെയ്ത് കുറവാണ് എന്നുള്ള രീതി അങ്ങനെ ഒരു വിശകലനവും താരതമ്യം നിങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണം വന്ന ഘട്ടത്തിൽ തന്നെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തരത്തിൽ തീരുമാനമെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായി ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അത്രമേൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ബന്ധപ്പെട്ട് അതുപോലെ എത്രയെത്ര ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി അതിനെല്ലാം ന്യായീകരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്.